ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നത്. അതിൽ 6 പ്രതികൾ നേരിട്ട് ഇടപെട്ട 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. ഗൂഢാലോചന തെളിയിക്കാനാകാതെ 8ാം പ്രതി കുറ്റവിമുക്തനാക്കപ്പെടുന്നത് കണ്ടത്. എന്തൊക്കെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവിടെ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ നടന്നത് എന്നത് നമ്മൾ വിധിപ്പകർപ്പ് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ നിർണായകമായ ചില കണ്ടെത്തലുകൾ, അതിജീവിത കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ മൊഴി അവിശ്വസിക്കുകയാണ് കോടതി. ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം വിശ്വസിക്കാനാകുന്നില്ലെന്നും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടുവെന്നും നിരസിച്ചതിനെ തുടർന്ന് ഭീഷണിയുണ്ടായെന്നുമായിരുന്നു നടിയുടെ മൊഴി. കേസിൽ ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന 7 ഗൂഢാലോചനാ വാദങ്ങളാണ് വിചാരണ കോടതി തെളിവില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞത്. നടിയെ ആക്രമിച്ച ദിവസം പൾസർ സുനിയെ നിരന്തരം വിളിച്ച ശ്രീലക്ഷ്മി എന്ന സ്ത്രീയിലേക്കും അന്വേഷണം പോയില്ലെന്നും എന്തുകൊണ്ട് മൊഴിയെടുത്തില്ലെന്നും വിധി പകർപ്പിൽ കോടതി ചോദിക്കുന്നത് നമുക്ക് കാണാം. നടിയെ ആക്രമിച്ച കേസിൽ അതിവേഗ അപ്പീൽ നീക്കവുമായി ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാർ നീങ്ങുകയാണ്. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനായുള്ള നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള വിവരങ്ങൾ. അത് ഓരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. വിധി പകർപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ആരെയാണ് കോടതി കേട്ടതെന്ന ഞെട്ടൽ മാത്രമാണ് നമുക്ക് ബാക്കിയാകുന്നത്. കാവ്യ മാധവനുമായി അക്കാലത്തുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് പറഞ്ഞതിലുള്ള കടുത്ത വിരോധത്തെ തുടർന്നാണ് ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. എന്നാൽ ആക്രമിക്കപ്പെട്ട നടിയോട് നടൻ ദിലീപിന് തീർത്താൽ തീരാത്ത ശത്രുതയുണ്ടായിരുന്നു എന്ന പ്രോസിക്യൂഷൻ വാദത്തിന് തെളിവില്ല എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. അതിജീവിതയുടെ അവസരങ്ങൾ ദിലീപ് ഇടപെട്ട് ഇല്ലാതാക്കി എന്നത് തെളിയിക്കാനായില്ല എന്ന് കോടതി പറയുന്നു. യൂറോപ്യൻ യാത്രക്കിടെ ദിലീപുമായി സംസാരിച്ചിരുന്നില്ലെന്ന നടിയുടെ മൊഴിയും വിശ്വസനീയമല്ല എന്നതാണ് കോടതി പറയുന്നത്. നടിയുമായി ദിലീപിന് അത്ര അടുപ്പമുണ്ടായിരുന്നില്ല എന്നത് കോടതി അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ മാത്രമുള്ള ശത്രുതയ്ക്ക് തെളിവില്ല എന്ന് വിധിന്യായത്തിൽ പറയുന്നു. വൈരാഗ്യത്തെ തുടർന്ന് നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് നിഷേധിച്ചെന്ന പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു. നടിയും അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ ആരോപണവും ശരിയല്ല എന്നതാണ് കോടതി പറയുന്നത്. വർഷം 2ഓ 3ഓ സിനിമകളിൽ അഭിനയിച്ചിരുന്നതായി നടി തന്നെ പറയുന്നുണ്ട്. അവസരം നിഷേധിച്ചതിന്റെ തെളിവുകളോ സാക്ഷികളെയോ കോടതി മുറിയിൽ കൃത്യമായി സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്യേണ്ടുന്ന യാതൊരു സാഹചര്യവുമില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ല എന്നും കോടതി പറയുന്നു. 2012 യൂറോപ്യൻ സ്റ്റേജ് ഷോയ്ക്കിടെ ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. നിരവധി പേർ ഒപ്പമുണ്ടായിരുന്നിട്ടും സംഭവത്തിൽ സാക്ഷികളാരുമില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഈ വാദം തള്ളാനുള്ള കാരണമായി. നടൻ ഭീഷണിപ്പെടുത്തിയ കാര്യം നടി ആരോടും പറഞ്ഞിട്ടുമില്ല. ഈ സംഭവത്തിന് ശേഷം ദിലീപിനൊപ്പം സന്തോഷത്തോടെ യൂറോപ്യൻ യാത്ര തുടർന്നു എന്നതാണ് വ്യക്തമാകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അസ്വാഭാവികമായി എന്തെങ്കിലും അവിടെ സംഭവിച്ചെന്ന് കരുതാനാകില്ല എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. എന്നാൽ ആ ഗൂഢാലോചനയ്ക്കും തെളിവില്ല എന്ന് സ്ഥാപിക്കാനും കോടതി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെയെന്ന് നമ്മൾ പരിശോധിച്ചാൽ, ദിലീപും പൾസർ സുനിയും തൃശൂരിലെ ഹോട്ടൽ പാർക്കിങ്ങിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാനായില്ല എന്നതാണ് കോടതി പറയുന്നത്. ഇത് തെളിയിക്കാൻ ഒരു കഷ്ണം പേപ്പർ പോലും അന്വേഷണ സംഘം ഹാജരാക്കിയില്ല എന്നത് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. കാറിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ പാർക്കിങ്ങിലെ വാഹന രജിസ്ട്രിയും CCTV ദൃശ്യങ്ങളും മൊഴികൾ ഉൾപ്പെടെ ഒന്നുമില്ല ഇത് തെളിയിക്കാനെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കോടതി. ഹോട്ടൽ പാർക്കിങ്ങിലെ ഗൂഢാലോചനയാണ് കേസിൽ പ്രധാന തെളിവായി അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ എത്തിച്ചിരുന്നത്. എന്നാൽ ഗൂഢാലോചന നടത്തിയതിന് പിന്നാലെ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ
വന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. അത് 2015 അപ്പോൾ ഈ പണം എന്ന് പറയുന്നത് ഈ കൊട്ടേഷന്റെ ഭാഗമായിട്ടുള്ള തുകയാണ് എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. പ്രോസിക്യൂഷൻ അക്കാര്യമാണ് കോടതിക്ക് മുന്നിൽ എത്തിച്ചിരുന്നത്. എന്നാൽ ഇത് ദിലീപ് നൽകിയ കൊട്ടേഷൻ തുക എന്ന പ്രോസിക്യൂഷന്റെ ഈ കണ്ടെത്തൽ കോടതി തള്ളിക്കളയുകയാണ്. അതിനുവേണ്ടി കെട്ടിച്ചമച്ച കഥയാണ് ഈ പാർക്കിങ്ങിലെ ഗൂഢാലോചന എന്നതാണ് കോടതി വിലയിരുത്തുന്നത്. അപ്പോൾ ഈ പണം കൈമാറിയത് കൊട്ടേഷൻ തുകയാണ് എന്ന് വരുത്താൻ വേണ്ടി ഈ പാർക്കിങ്ങിൽ ഗൂഢാലോചന നടത്തി എന്നത് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മാഡത്തിന്റെ കാര്യം പൾസർ സുനി പറഞ്ഞത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അതാരാണ് എന്ന് അന്വേഷിച്ചില്ല എന്നത് വലിയ വിമർശനമായി കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണ സംഘത്തിന് ആ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചു. അതിലേക്കല്ല അവരുടെ ശ്രദ്ധ പോയത്, അവർ മറ്റു കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായി വന്നതാണ്. അതിനിടയിൽ ഉയർന്നു കേട്ട മറ്റൊരു പേരാണ് ശ്രീലക്ഷ്മി. അപ്പോൾ ആരാണ് ശ്രീലക്ഷ്മി? നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടു മുൻപ് പോലും പൾസർ സുനിയുമായി സംസാരിച്ച വ്യക്തിയാണ് ശ്രീലക്ഷ്മി. ഈ ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ച് പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്ന് വിധിന്യായത്തിൽ കോടതി വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീക്ക് ഈ കൃത്യത്തെപ്പറ്റി അറിയാമായിരുന്നോ എന്നതിന് പോലും പ്രോസിക്യൂഷന് കൃത്യമായ വിശദീകരണമില്ലെന്ന് കോടതി അഭിപ്രായപ്പെടുന്നു. ഈ സ്ത്രീയെ എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല എന്ന് കോടതി ചോദിക്കുന്നു. ശ്രീലക്ഷ്മി എന്ന സ്ത്രീ സംഭവ ദിവസം സുനിയുമായി എന്തിന് നിരന്തരം ബന്ധപ്പെട്ടു എന്ന സംശയമാണ് കോടതി ഉന്നയിക്കുന്നത്. ഇരുവരും തമ്മിലെ ആശയവിനിമയം എന്തിനെക്കുറിച്ചായിരുന്നുവെന്നും കോടതി ചോദിച്ചു. ഗൂഢാലോചന കേസിൽ നിർണായകമാകേണ്ടിയിരുന്ന തെളിവ് ഹാജരാക്കിയില്ല. പൾസർ സുനി പറഞ്ഞ മാഡം ആര് എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. സ്ത്രീ നൽകിയ കൊട്ടേഷനാണെന്നാണ് ആക്രമിക്കുന്നതിനിടെ പൾസർ സുനി നടിയോട് പറഞ്ഞത്. അങ്ങനെ ഒരു സ്ത്രീയുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിൽ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നിടത്താണ് ശ്രീലക്ഷ്മി ആര് എന്നൊരു സംശയം ഉണ്ടാക്കുന്നത്. അതിൽ കോടതി ഊന്നൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കോടതിയുടെ ഈ വിമർശനങ്ങളിൽ അന്വേഷണ സംഘത്തിന് വീഴ്ചയില്ല എന്ന് സൂചിപ്പിക്കുകയാണ് പൾസർ സുനിയുടെ സുഹൃത്തായിരുന്ന ശ്രീലക്ഷ്മിയുടെ ഭർത്താവ്. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അക്കാലത്ത് തന്നെ ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയിരുന്നുവെന്നും പലതവണ വിളിപ്പിച്ചിരുന്നു എന്നുമാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീലക്ഷ്മിയെ ചുരുങ്ങിയത് 3-4 തവണ പോലീസ് വിളിപ്പിച്ചിരുന്നു എന്ന് ഭർത്താവ് പറയുന്നുണ്ട്. തുടർന്ന് വിശദമായ മൊഴിയെടുത്തിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോണും അന്ന് പോലീസിന് കൈമാറിയിരുന്നു. പിന്നീട് ഇതുവരെ ആ ഫോൺ തിരിച്ചു കിട്ടിയിട്ടില്ല, തങ്ങൾ ചോദിച്ചിട്ടുമില്ല എന്നതാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പൾസർ സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ എന്ത് ബന്ധം എന്ന സംശയം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്ന കാര്യം, പൾസർ സുനി ആദ്യം ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. ആ ബസ് ഡ്രൈവറായി പൾസർ സുനി ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ശ്രീലക്ഷ്മിയുമായി സൗഹൃദമുണ്ടായിരുന്നു. ഈ കുറ്റകൃത്യം നടന്ന ദിവസം ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്നും പ്രാർത്ഥിക്കണമെന്നും പൾസർ സുനി ഈ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, സുഹൃത്തായ ശ്രീലക്ഷ്മിയോട് പറഞ്ഞിരുന്നു. ശ്രീലക്ഷ്മിയെ ഫോണിൽ വിളിച്ചാണ് പൾസർ സുനി ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടായി. ആ രാത്രിയിൽ സുനിയെ പലതവണ ശ്രീലക്ഷ്മി വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് എന്നതാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് 2 വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദവുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ വിളികളാണ്, മെസ്സേജിംഗ് ആണ് അതിൽ നടന്നിട്ടുള്ളത്. അത് അന്വേഷണ സംഘം അന്ന് പരിശോധിക്കുകയും അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതാണ് എന്നതാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പൾസർ സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് എന്തിനാണ് എന്ന് പരിശോധിച്ച അന്വേഷണ സംഘത്തിന് ആ അന്വേഷണത്തിൽ തന്നെ ഇതിൽ മറ്റൊരു വസ്തുതയുമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം ഈ വിവരം കോടതിയെ ധരിപ്പിക്കാതിരുന്നത് എന്നതാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇന്ന് മാധ്യമങ്ങളോടായി പറഞ്ഞത്. അപ്പോൾ കോടതി ഒരു സാഹചര്യവും വിടാതെയുള്ള ചോദ്യം ചെയ്യൽ
അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇന്ന് മനസ്സിലാക്കിയ ഈ 3-4 സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഏതാണ്ട് 1711 പേജുള്ള വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നടു റോഡിൽ ബലാത്സംഗത്തിനിരയായ യുവതി നിശിതമായി വിചാരണ ചെയ്യപ്പെടുകയും സംശയനിഴലിലാകുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ആരോപണ വിധേയനായ വ്യക്തിയും അഭിഭാഷകരും നിരത്തിയ വാദങ്ങളെ വിശ്വാസത്തോടെ മുഖവിലക്കെടുക്കുകയും കോടതി ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്നത്. കോടതിയിൽ അതിജീവിതയ്ക്ക് വിശ്വാസമില്ലാതായത് എങ്ങനെയെന്ന് വിധിപ്പകർപ്പിലെ ഈ വായനയിൽ നമുക്ക് മനസ്സിലാകും. നീതി എല്ലാവർക്കും ഒരുപോലെ അല്ലെന്ന നിരീക്ഷണം അനുഭവങ്ങളിലൂടെ പരുവപ്പെട്ട ധാരണയാണെന്ന് നമുക്ക് വ്യക്തമാകും. വിചാരണ കോടതിയിൽ അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ലെന്നാണ് അതിജീവിത പറയുന്നത്. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപർ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നിയമ പോരാട്ടം തുടരാൻ തയ്യാറെടുക്കുകയാണ് അവൾ. അവൾക്ക് നീതി കിട്ടിയേ മതിയാകും. അവളുടെ പോരാട്ടത്തിനൊപ്പം തുടർന്നും അണിചേരാം.